സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, നമ്മളിന്ന് ഒരു ദിവസത്തേക്ക് ഒരു ബസ് ഡ്രൈവറാണ്. സോ നമുക്ക് ഫസ്റ്റ് ഡ്രൈവിന് അങ്ങ് നൈസായിട്ട് അങ്ങ് പോവാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ബസ്. സോ നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആൻഡ് കണ്ടോ, ഇതാണ് നമ്മുടെ ബസ്. സോ നമുക്ക് ഡോർ തുറന്നു കൊടുക്കണമെന്നുണ്ട് ഈ കസ്റ്റമേഴ്സിന് കയറാൻ. സോ ഞാൻ ഡോർ ഓപ്പൺ ചെയ്തു. കയറുക. വെയിറ്റ് ഫോർ പാസഞ്ചേഴ്സ്. സോ നല്ല മഴയാണ് കേട്ടോ ഗൈസ്. ഗെയിം തുടങ്ങിയപ്പോൾ തന്നെ നല്ല മഴയാണ്. ഓക്കെ, പാസഞ്ചേഴ്സ് വരണ്ടെങ്കിൽ ഡോർ അടയ്ക്കണം. ഡോർ അടച്ചിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ സംഭവങ്ങൾ. സോ നമുക്ക് മാപ്പ് വന്നിട്ടുണ്ട്. സോ നമുക്ക് അങ്ങനെ ഓടിച്ചു പോകണം എന്നുണ്ട്. നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാണല്ലേ. എൻജിൻ സ്റ്റാർട്ടായി ഇതെടുത്തിട്ടുണ്ട്. മഴയത്ത് ഡ്രൈവിങ് കുറച്ച് സീനാണ്. ഇതെന്താ JCB കൊടുക്കണ്ടല്ലോ. വഴി തെറ്റുമെന്ന് ചെറിയ ഡൗട്ടില്ല. അതില്ല. നമുക്ക് പുറത്തിറങ്ങിയിട്ട് ക്യാമറയും കൂടെ നമുക്ക് വെച്ചിട്ടൊന്ന് ഇന്റീരിയർ ആക്കാം. എൻ്റെ അടിയാണ് ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങാൻ എവിടെയൊന്നും ഉണ്ടല്ലോ. ഒരു വഴി കാണാനുണ്ട് ഞാൻ തോന്നുന്നു. ഇത് തന്നെയാണോ? ഇതേട്ടെ, നമുക്ക് ഈ വഴി പോയി നോക്കാം. പക്ഷെ നമുക്ക് സിറ്റിയിലൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റും. പക്ഷെ ഈ ജോബ് നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്യണം ഗൈസ്. സോ എനിക്ക് കിട്ടിയ ജോബ് ഈ ഒരു എന്താ പറയുക, ഓഫ് റോഡ് പോലത്തെ ഒരു റോട്ടിൽ കൂടെയാണ്. എൻ്റെ മുന്നേ കറക്റ്റ് തന്നെയാണോ പോണത് അറിയാൻ പറ്റില്ല ഗൈസ്. ഞാൻ നൈസായിട്ടൊന്ന് മാപ്പിൽ കാണിച്ച പോലെ ഓടിക്കാൻ പോകുന്നു. വഴിയൊന്നും കാണാൻ കേറ് ഇല്ല, കേറില്ല. സോ നമുക്ക് ടാക്റ്റിക്കലായിട്ട് തിരിച്ച് എടുക്കാം. പക്ഷെ ഇവിടേക്കൊന്നും വഴി കാണാനില്ലല്ലോ. ഇവിടെ ആകാശമാണ് കാണാതെ. ഇതിൻ്റെ മുകളിൽ കൂടെ ഓടിച്ചു പോകണം. എന്താ ഈ ഹോണിൻ്റെ ശബ്ദം? ഈ വഴി പോണ പോണെന്നാണ്. എൻ്റെ പൊന്നി, ബ്രേക്ക്. സാധാ റോട്ടിൽ കൂടെ ഓടിക്കുന്നതിന് മുമ്പ് ഇത്ര ഓഫ് റോഡാണല്ലോ ഫസ്റ്റ് തന്നെ. ഇതാണ് വഴി ഗൈസ്. പക്ഷെ എൻ്റെ പൊന്നി, ഇപ്പോഴാണ് വഴിയിലെത്തി. പക്ഷെ നമുക്ക് ഇവിടെയും നിർത്തിയിട്ടൊന്ന് ഇൻറ്റീരിയർ വ്യൂ ഒന്ന് സെറ്റ് ചെയ്യാം. ഇൻറ്റീരിയർ വ്യൂ ഒന്ന് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, ഇതാണ് ഗൈസ് ഇതിൻ്റെ ഇൻറ്റീരിയർ വ്യൂ. വൈപ്പറിൻ്റെ ബട്ടൺ ഏതാണ്? വൈപ്പറിൻ്റെ ബട്ടൺ ഏതാണെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, വൈപ്പർ ഓൺ ആയിട്ട് കുഴപ്പമില്ല. അത്യാവശ്യം സെറ്റ് ഇൻറ്റീരിയർ തന്നെയാണ്. മഴ കാരണം ചെറിയൊരു സീനാണ്. നമ്മൾ നൈസായിട്ട് അങ്ങ് റോട്ടിക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സീനില്ല, ഇനി നമുക്ക് പറപ്പിക്കാം. അധികം പറപ്പിക്കണ്ട, അപ്പുറത്ത് കൊക്കയാണെന്ന് തോന്നണം. വണ്ടികളൊന്നും കാണാനില്ല ഗൈസ്. ഇതിൽ നമ്മൾ പാസഞ്ചേഴ്സിനെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ കാര്യം ഒടുവിടും. പക്ഷെ എൻ്റെ പൊന്നെ, നല്ല സ്പീഡിലാണ് പോണേ. ചെറിയ കൺട്രോൾ കൊണ്ടുപോകുന്നുണ്ട്.
റോട്ടിലൊന്നും ആരെയും കാണാനില്ല. എൻ്റെ പിന്നെ ഇവിടെ ഒരു ടേൺ ഇപ്പോൾ പോയാൽ പ്രൊഫഷണൽ ഡ്രൈവർ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേസ്. നമ്മളൊരു പ്രൊഫഷണൽ ആണല്ലോ. എൻ്റെ പിന്നെ മഴൻ്റെ സൗണ്ടാണ് ഇങ്ങനെ പറപ്പിച്ചു വിടാം. നമുക്ക് അവിടെ പറപ്പിച്ചു വിടാം. എൻ്റെ അടിയാ. സോ ഗൈസ്, നമുക്ക് ഇതുപോലത്തെ ഇനിയും ഡ്രൈവിംഗ് ഗെയിംസ് വേണമെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഗെയിമിൻ്റെ ബാക്കി വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് നേരെ ഇങ്ങനെ പോവാം. ഓക്കെ 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 കുഴപ്പമില്ല. നമ്മൾ വെച്ചടിക്കാണ് ഗൈസ്. കണ്ട 64 65 ആണ് സ്പീഡ്. എൻ്റെ അടിയാ ഇപ്പോൾ പോയത്. ഇവിടെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല, ഇറക്കാണ്. ഞാൻ വെച്ചടിക്കാണ് ആക്സിലേറ്റർ. എൻ്റെ അമ്മ, നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കൈയെടുക്കില്ല. ഏത് ഇതിൻ്റെ ഓണായിരുന്ന ഒരുമാതിരി ട്രക്കിൻ്റെ ഓൺ തന്നെയാണ്. ഓ സിറ്റിയിലെത്തിയ വണ്ടിയൊക്കെ പോകുന്നുണ്ടോ? വണ്ടിയൊക്കെ ഉണ്ട്. നമുക്ക് ഇങ്ങടല്ല എടുക്കണ്ട. ബ്രേക്ക് 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 ബ്രേക്ക്. നമുക്ക് ഇങ്ങടാണ് വേണ്ടത്. വേറെ വണ്ടിയൊന്നും ഇല്ലല്ലോ. ഇവിടെ ഇന്ന് നമ്മൾ കുറച്ച് പതുക്കെ ഓടിക്കാം ഗൈസ്. കാരണം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വണ്ടികൾ ഉണ്ട്. സ്പീഡ് പോയാൽ ശരിയാവില്ല. നമുക്ക് നല്ല ദൂരം പോകാണ്ടെന്ന് കേട്ടോ അങ്ങനെ. ഓപ്പോസിറ്റ് ബസ്സൊക്കെ ഉണ്ട്. കോട്ടെ കോട്ടെ, ഒരു വളവുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നൈസായിട്ടൊന്ന് ബ്രേക്ക് പിടിച്ചോ. ഓക്കെ, തിരിച്ചു. വേറെ വണ്ടിയൊന്നും വരുന്നില്ലല്ലോ അല്ലേ? ഇല്ല. പോട്ടെ ബസ്. മഴ എപ്പോഴാവും നിൽക്ക? എന്നെ ഓവർടേക്ക് ചെയ്യണം. അവനെ നമുക്ക് പിടിക്കണം ഗൈസ്. അവൻ ബസ്സിനെ അപമാനിച്ചിട്ട് പോണ പോലെ എനിക്ക് തോന്നി. നിന്നെ പിടിക്കും. ഇവിടെ വളവ് വരാണ്ടിരുന്നാൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ കൊക്കെ കൊടുക്കും. പോട്ടെ ഒരു വളവുണ്ട്. നമുക്കൊരു വിഷയമില്ല. ശോനം പിടിക്കണം. പിടിക്കാൻ പറ്റുമോ? ബസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സേഫ്റ്റിയിലാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് അവനെ പിടിക്കണം. വെച്ചടിച്ചോ എൻ്റെ പൊന്നെ. കണ്ടോളൂ. പക്ഷെ എൻ്റെ പൊന്നെ, അവൻ എന്ത് പറപ്പിക്കലാണ്. അവനെ കാണാൻ അങ്ങ് ദൂരെയാണ് അവൻ. നോക്കാം. ഒരു വളമുണ്ട്. എൻ്റെ പൊന്നെ, കൺട്രോൾ പോയി. അവൻ കത്തിച്ചു വിട്ട്. സാരല്ല, എവിടെയെങ്കിലും വെച്ച് കിട്ടൂല. നമുക്ക് നോക്കാം. നമ്മൾ പിന്നെ മാന്യമായിട്ടാണ് ഡ്രൈവ് ചെയ്യണത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനി എത്ര ദൂരം ഉണ്ടാവോ എന്തോ. ഓ പാലം.
പക്ഷെ പിന്നെ അവിടേക്കൊന്നും കാണാൻ പോലും ഇല്ലല്ലോ. പാലത്തിൽ കൂടെ കയറിയുണ്ട്. നമ്മൾ ഏത് റൂട്ടാണ്? ഇങ്ങടെ അല്ലേ? നമ്മൾ കുറെ റൂട്ട് കവർ ചെയ്തു കൂട്ടാ. പെട്ടെ കുറച്ച് ഹോണൊക്കെ ചെയ്യാം. ഇവിടെ നമുക്ക് ഉറപ്പിക്കാം. ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് റോഡാണ്. വളവ് വരില്ല. അങ്ങനത്തെ വിഷയമില്ല. നൈസായിട്ട് സ്മൂത്തായിട്ട് വളച്ചെടുക്കുക. ഇത് എൻ്റെ ഇവിടെ വിഷയമില്ല. നിങ്ങൾക്ക് വിഷയമില്ല. മഴയില്ലാതെ കുറച്ചുകൂടി കാണാൻ ഭംഗിയാണ് ഗൈസ് ഈ ഏരിയയൊക്കെ. മഴ ആയതുകൊണ്ട് തന്നെ ഒരു ഫോഗ് പിടിച്ചിരിക്കണം. എൻ്റെ അമ്മ ഇപ്പോൾ പോയി ഇടിച്ചാൽ ആ മരത്തിൽ എന്തോ പോയി. ഈ റോഡ് അവസാനിക്കുന്നില്ലോ. ഇത് എവിടെ മേലെ ഉണ്ടാവും? അതായത് നമ്മൾ പാസഞ്ചേഴ്സിനെ സേഫായിട്ട് എത്തിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. അവിടെ എന്താണ്? ഇവിടെ എന്തോ കാണില്ല. ബ്ലോക്കോ? ഇതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോകണമെന്നാണ്. ക്യാമറ ആംഗിൾ മാറ്റിയിട്ട് കൊണ്ടുപോകണം. അവിടെ പോകാൻ പറ്റില്ല. എൻ്റെ പിന്നെ ക്യാമറ ഒന്ന് മാറ്റി നോക്കട്ടെ. ഇതിൽ കൂടെ നൈസായിട്ട് എടുക്കാൻ പറ്റും. ക്യാമറ മാറ്റി മറ്റേ ക്യാമറ ഇതന്നെ. വെയിറ്റ് ഒരു ഐഡിയ ഉണ്ട്. പക്ഷേ സെറ്റാവുമെന്ന് പറഞ്ഞു. ഇവിടെ റിവേഴ്സ് എടുക്കാം. എന്തായാലും നമ്മൾ ഈ വഴി തന്നെ പോകും ഗൈസ്. ബാക്കിയുള്ള വണ്ടികളൊക്കെ ആ വഴി പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ മാപ്പിലുണ്ടോ നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്. ഇവിടെ നൈസായിട്ട് എടുക്കണം. എടുത്തോ. അത്രേ ഉള്ളൂ. എന്താണ് ചേട്ടാ വഴി നിൽക്കണേ? ഗൈസ് പെട്ടാ വഴി കഴിഞ്ഞു. എന്താണ് ഇവിടെ ഒരു വണ്ടി ഇങ്ങനെ? വലിച്ച് വഴി കഴിഞ്ഞു ഗൈസ്. നമ്മൾ ആ വണ്ടികളൊക്കെ പോണ വഴി കൂടെ തന്നെ പോകണമെന്നാണ് തോന്നുന്നത്. കയറങ്ങോട്ട്. വണ്ടി വരില്ല. വലിച്ച് റിവേഴ്സ് എടുത്ത് സെറ്റാക്കട്ടെ. സോ ഗൈസ് ഇവിടെ എന്താണ് ഇങ്ങനെ വണ്ടിയൊക്കെ ഇങ്ങനെയെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ മാപ്പിൽ ഈ വഴി ഞാൻ പോകാൻ കാണിക്കണം. പക്ഷെ നമുക്ക് ഈ വഴി ഇങ്ങനെ പോകുന്ന പാലത്തിൽ കൂടെ നമുക്ക് പോകണം. സോ നമുക്ക് പാലത്തിൻ്റെ വഴി തന്നെ മര്യാദയ്ക്ക് എടുത്ത് പോവാം. വേറെ വഴിയൊന്നുമില്ല. വേറെ വണ്ടിയൊന്നുമില്ലല്ലോ. ബ്രേക്ക്. ഇത് കുറച്ച് ഡേഞ്ചറസ് ആയ വഴിയാണല്ലോ. പാലെങ്ങാനും പൊട്ടിയ കത്താം. ഈ വഴിയല്ല നമുക്ക് പോകണ്ടേ. പക്ഷെ നമുക്ക് വേറെ വഴിയില്ലേ ഗൈസ്. പറപ്പിച്ചിട്ടോ വീണൊക്കെ കിടക്കാം. പറപ്പിച്ചിട്ടോ
എന്താണിത്? ചാടി ചാടിയാണ് നമ്മുടെ ബസ് പോകണം. കണ്ടോ? വെരി വെരി ഡേഞ്ചറസ് റോഡ്. കണ്ടോ? താഴെ കൊക്കെയാണ്. കഴിഞ്ഞ കത്തം. ഇതൊക്കെ കയറുമോ ഈ വണ്ടി? ന്യൂസൊരു സൈഡിൽ കൂടെ എടുക്കാം. വെറുതെ ഹമ്പിൽ കൂടെ കയറ്റി കയറ്റി കയറണില്ല എന്ന് തോന്നണം. എന്തൊരു റൂട്ടാണിത്? റോഡ് പകുതിക്ക് വെച്ച് മാഞ്ഞു പോയോ? അതുപോലത്തെ ഒരു സംഭവം. അതിൻ്റെ ഇടയിൽ വണ്ടികളില്ല. കൊക്കെ വീഴല്ലേ കൊക്കെ വീഴ. ഇപ്പൊ അവിടെ നമുക്ക് ഇങ്ങോട്ട് കിടക്കാന്നുണ്ടല്ലേ? എൻ്റെ പൊന്നി, നമ്മൾ ഭയങ്കര അതിസാഹസികമായി ഈ എവിടെ വരെ എത്തിയിട്ടുണ്ട്. നൈസായിട്ട് ആൾക്കാരിനൊന്ന് ഇറക്കി വിടാൻ പറ്റുന്ന കുറച്ച് സമാധാനം. ഇതിൻ്റെ ഇടയ്ക്ക് ഇവനൊക്കെ ഞാൻ എങ്ങനെ ഓട്ടേക്ക് ചെയ്യാനാണ് വണ്ടി ഇടുന്നുണ്ട് വിചാരിച്ചു. നമുക്ക് ഈ വഴി ഇങ്ങനെ പോകണം തോന്നും. ഈ വഴി ഇങ്ങനെ അവിടെ തന്നെ പോട്ടെ പോട്ടെ. ഇവനൊക്കെ എന്താണ് ചാടി പറപ്പിച്ചോട്ടെ കാരണം. ഇവിടെ തൊട്ട് പാലത്തിൽ കൂടെ നമുക്ക് അപ്പുറത്തിടക്കാം. ഞാൻ വെറുതെ ഇടിക്കല്ലേ പൊന്നു ചേട്ടാ, ഞാനിത് കൂടെ ഒന്ന് പൊക്കോളാം. അടുത്ത പാലം ഗൈസ്. ഈ വഴി ഇങ്ങനെ പോവല്ലേ? അവിടെ എന്താണ് ഇതൊക്കെ അങ്ങ് ഓവർടേക്ക്. എൻ്റെ പൊന്നു പോലെ ജസ്റ്റ് കൊക്കെ. സോറി എൻ്റെ അമ്മേ, സ്ഥലമില്ലാത്ത കൂടെ തന്നെ വരണം ചേട്ടാ. സോറി കേട്ടോ, ചെറുതായിട്ട് സ്ക്രാച്ച് ആയിട്ടുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നൈസായിട്ട് മുങ്ങാം. ചെറുതായിട്ടൊന്ന് തട്ടിയത്. ഓക്കെ, ആ റോഡിലെത്തി. നമുക്ക് നമ്മുടെ മറ്റേ വ്യൂ തന്നെ ഇടാം. അതാണ് കുറച്ചുകൂടി വൈബ് അല്ലേ? അവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കയറ്റിക്കൂടെ. അയ്യോ അമ്മേ, അളിയ വലിച്ചല്ലോ ഗൈസ്. എന്താ പറയുക, നമ്മുടെ ബസ് ഇതാ എന്താ പറയുക ഈ ഒരു ചെറിയൊരു കുഴിയിൽ വീണ്ട്. ചെറിയൊരു കുഴിയാണ്, സീനൊന്നുമില്ല. നാട്ടുകാർക്ക് അല്ല, ബസ്സിലത്തെ പാസഞ്ചേഴ്സിന് വലിയ കുഴപ്പമൊന്നുമില്ല. ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്, വരും, ആരും പേടിക്കരുത്. സോ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ ബസ് ഡ്രൈവിങ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ ഡ്രൈവിംഗ് ഗെയിംസ് വേണമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുമോ. എൻ്റെ പൊന്നി, ഞാൻ നൈസായിട്ടൊന്ന് ഇറങ്ങി പോട്ടെ കേട്ടാ, ഇനി ശരിയാവില്ല.